ചേച്ചി എക്സസൈസ് തുടങ്ങിയോ? ഇന്നമ്മ ജിമ്മിൽ പോകുന്നില്ലേ? ഇല്ല. രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിപ്പോയി. പിന്നെ എഴുന്നേറ്റിട്ട് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വയ്യാണ്ടായി. അതുകൊണ്ട് തന്നെ വീട്ടിലിന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണോ? ഞാനോർത്ത് തുടക്കത്തിലുള്ള ഇളക്കപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നും പോകത്തില്ല. ചിലവരങ്ങനെയാ, തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, പിന്നെ ഒന്നും പോകത്തില്ല. ഞാനെന്തായാലും അങ്ങനെയല്ല. ഇപ്പം തന്നെ ഒരു 4 കിലോയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറയ്ക്കണം. ഈ വണ്ണം കൊണ്ട് കുറേ കളിയാക്കൽ ഞാൻ കേട്ടിട്ടുള്ള. ഇനി എന്തായാലും വയ്യ, കുറയ്ക്കണം. ഞാൻ ചേച്ചിയെ കളിയാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചേച്ചിയുടെ നല്ലതിന് വേണ്ടി തന്നെ, വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചിനെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇവിടുത്തെ. എന്തൊക്കെയാ വായി തോന്നിയൊക്കെ പറഞ്ഞിട്ടില്ലേ? ചേച്ചിയൊന്നും മറക്കരുത് കേട്ടോ. എന്നിട്ട് വണ്ണം കുറഞ്ഞിട്ട് തിരിച്ചിട്ട് പറയണം. മറക്കരുത് ഇതൊക്കെ. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും പറഞ്ഞതും പെരുമാറിയതും ഒക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ എന്തോരം സ്ലിം ആയിട്ടിരുന്ന, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടന്നതെന്നറിയോ? ഇപ്പൊ നോക്കി എൻ്റെ കോലം, വണ്ണവും വെച്ച് വയറ് പറ്റിയത് എന്തോ പോലായിപ്പോയി. നിന്റെ ശരീരമൊക്കെ പെട്ടെന്ന് മെലിയുന്ന ടൈപ്പാണ്. പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫുഡ് കൺട്രോളൊക്കെ ചെയ്ത് ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആവും. അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പക്ഷെ എൻ്റെയോ, ഞാൻ എന്തോരം ഫുഡ് കൺട്രോൾ ചെയ്യണം, എന്തോരം എക്സസൈസ് ചെയ്യണം, ജിമ്മിൽ പോയിട്ട് കഷ്ടപ്പെടുന്നു, എന്നിട്ടും മെല്ലെ മെല്ലെ കുറയുള്ളൂ. ഇപ്പോഴാണ് എൻ്റെ രണ്ട് മരുമക്കളും തമ്മിലൊരു ഐക്യമായത്. രണ്ടും ഒരേ സൈസ്. കൊള്ളാം, നല്ലതാ കേട്ടോ, നല്ലതാ, നല്ല രസമുണ്ട് കാണാൻ. മൂത്തത് പിന്നെ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. എന്ത് കാര്യം, ഒന്നും കുറയുന്നൊന്നുമില്ല. രണ്ടാമത്തത് പിന്നെ ഗർഭിണി. ഞാനും ഗർഭിണിയായതാ. ഇങ്ങനെയൊന്നും ഞാൻ വണ്ണം വെച്ചിട്ടില്ല, തിന്ന് കയറ്റിക്കോ. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ചേച്ചി പിന്നെ ഭക്ഷണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ശരീരപ്രകൃതി കൊണ്ട് വണ്ണം വെച്ച് നോക്കാം. ഞാൻ അങ്ങനെയാണോ? ഞാൻ ഗർഭിണിയല്ലേ? അതിനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഇതെന്ത് വർത്താനീ പറയുന്നേ? നീയൊന്നും വലിയ വർത്താനം പറയണ്ട. നല്ലോണം തിന്ന് കയറ്റിയിട്ടാണ് ഈ വണ്ണം വെച്ചേക്കണത്. അല്ലാണ്ട് ഗർഭിണിയാണെന്ന് പറഞ്ഞ് വണ്ണം വെക്കത്തില്ല. എന്തായാലും എനിക്ക് കിട്ടിയ രണ്ട് മരുമക്കൾ പൊണ്ണ തടിച്ചുകളായിപ്പോയി. എന്തേച്ചി നമ്മുടെ അമ്മായിമ്മ ഇങ്ങനെ ആയി തോന്നി അങ്ങോട്ട് പറയാ? മറ്റുള്ളവർക്ക് വിഷമാവോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല. നിനക്ക് കേട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാനൊക്കെ ഇതിൻ്റെ അപ്പുറം കേട്ടതാ. ശീലമായി. നീ വെറുതെ മനസ്സ് വിഷമിക്കണ്ട. അതിൻ്റെ സ്വഭാവം ഒന്നും മാറാൻ പോണില്ല. അതവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കാര്യമാക്കട്ടെ. മീൻകറി വെച്ചോ? ആ വെച്ചമ്മ. മറ്റവക്കൊന്നും ചോറൊന്നും വേണ്ടേ? അതെന്താ അമ്മ? അവളെ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നു. ഇപ്പം അത് ആ കൊണ്ടു തരുന്ന ചെറുക്കൻ വന്ന് പോയതേ ഉള്ളൂ. ഇതൊക്കെ എവിടത്തെ പഠിത്തമാണ്? ഏതെങ്കിലും ഗർഭിണികളായ പെണ്ണുങ്ങൾ ഇങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കഴിക്കുമോ? വയറ്റിലൊരു ജീവൻ വളരുന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് തിന്നുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഒന്നിട്ടാണെങ്കിലും തിന്നുക. എൻ്റെ പൊന്നോ, ഇതുപോലെയുള്ള ജന്മങ്ങൾ. എൻ്റെ മോനെ പറഞ്ഞാൽ മതി. അവൻ സമ്പാദിക്കുന്ന പൈസ മൊത്തം അവൾ ഇങ്ങനെ കണ്ട ഹോട്ടലുകാർക്ക് കൊടുക്കുക. അവള് ഗർഭിണിയല്ലമ്മ, എന്തെങ്കിലും ആഗ്രഹം തോന്നിക്കാണും, അതുകൊണ്ടായിരിക്കും മേടിച്ച് കഴിച്ചത്. പോട്ടെ, സാരമില്ല. ആഗ്രഹം. ഞാൻ പിന്നെ ഗർഭിണിയാവാത്തതും രണ്ട് പെറ്റതൊന്നും അല്ലല്ലോ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഒന്ന് പോയടി ഇറന്നിട്ട്. എനിക്കും ഉണ്ടായിരുന്നു ഗർഭമൊക്കെ. എനിക്കില്ലായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. നിനക്കില്ലായിരുന്നല്ലോ. നീ ഗർഭിണിയായിരുന്നല്ലേ. നിനക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചു കൊടുത്തിട്ടാ. ഞാൻ പറഞ്ഞു നിർത്തേണ്ടത് അതൊക്കെ. എവിടെ എന്തേലും പറഞ്ഞാൽ പിന്നെ ചാടിക്കടിക്കാൻ വരുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോകാത്ത. എൻ്റെ മോൻ സമ്പാദിച്ചുണ്ടാക്കണ കാശ് മൊത്തം കണ്ട ഹോട്ടലുകാർ മൊത്തം പോയി തിന്നുക. ഇവിടെ ഒന്നിനും ഇല്ല. ഇതിവിടെ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കണ്ട, അതെങ്ങനെ എടുത്ത് കഴിക്കുക? അതൊന്നുമില്ല. മൂത്ത മരുമകൾ പിന്നെ ഇവളുള്ള ചോറ് മൊത്തം തിന്ന് 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 വണ്ണം വെക്കുക. ഇളയത് പിന്നെ കണ്ട ഹോട്ടലിലെ ഭക്ഷണം മൊത്തം തിന്ന് വണ്ണം വെക്കുക. രണ്ടെണ്ണം കൂടെ കുടുംബം മുടിക്കും. അതെ, എൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണ് ഈ വരുന്ന 16-ാം തീയതി. എല്ലാരെയും വിളിച്ചിട്ടുണ്ടമ്മേ? എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. കുടുംബസമേതം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ നാളെ ഒരു കല്യാണം കൂടിയിട്ട്. എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കണം. എൻ്റെ പഴയ ഡ്രസ്സൊക്കെ കൊള്ളില്ലാണ്ടായി. തുണിയെടുക്കാനൊന്നും ആരും നിൽക്കണ്ട കേട്ടോ. കല്യാണത്തിന് എൻ്റെ 2 ആമക്കളും ഞാനും മാത്രമേ പോകുന്നുള്ളൂ. മരുമക്കൾ അങ്ങനെ പോകുന്നില്ല. അതെന്താ അമ്മ? ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണോ? എന്നോട് യാത്ര പോകണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗർഭിണി ആയതുകൊണ്ടൊന്നും അല്ല. എൻ്റെ മക്കളെക്കാളും എന്നേക്കാൾ വലിപ്പം കൂടിയ 2 മരുമക്കളായി പോയി എനിക്ക്. നിങ്ങളെ കെട്ടി ഒരുക്കി എൻ്റെ ബന്ധുക്കടയും കല്യാണത്തിനൊക്കെ കൊണ്ടുപോയി അവരുടെ മുന്നിൽ നാണം കെടാനൊന്നും എന്നെ കൊണ്ട് വയ്യ. തിന്ന് കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു. കുട്ടിയാനകൾ രണ്ടും കൂടി ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. ഒന്ന് നിർത്തിക്കതല്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടേ കയറി കയറി പോകുന്നത്.
കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചേച്ചിയുടെ വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല നിങ്ങളുടെ വായിന്ന് നാളെ ഒരിക്കൽ എനിക്കിത് കേൾക്കേണ്ടി വരുമെന്ന്. അതെ, കാര്യം ശരിയാ, വണ്ണമുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വണ്ണമുണ്ട്. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ എങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞു പോകുന്നേ? ഒരു മനുഷ്യനെയും വണ്ണം കൂടിയെന്നോ കുറഞ്ഞെന്നും പറഞ്ഞ് പരിഹസിക്കാൻ നിൽക്കരുത്. അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവർക്കുണ്ടല്ലോ അവരുടെ മനസ്സ് അത്രയും വിഷമായിരിക്കും. നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട. നാളെ ഒരു കാലത്ത് കിടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കുട്ടിയാന പൊണ്ണത്തടിച്ച് ഇതൊക്കെ കുറിച്ച് കളിയാക്കുന്ന രണ്ട് മരുമക്കളുണ്ടല്ലോ, അവർ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് മറക്കണ്ട.